നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ബോർഡർ റേഡിയസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. സോ ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്കൊരു എലമെൻറ്റിന് വ്യത്യസ്ത ഷേപ്പുകൾ അതുപോലെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഷേപ്പുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ ഉദാഹരണമായി ഞാനിവിടെ ഒരു div എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഐ ഡി നെയിം ഞാൻ div1 എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്യുന്നു. ശേഷം styles.csl വരുന്നു. സോ നമുക്ക് ആ div1 എലമെൻറ്റ് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഞാൻ ആദ്യമായി ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ബ്ലൂ കളർ കൊടുക്കുന്നു. അതുപോലെ അതിൻ്റെ ഹൈറ്റ് ഞാൻ 100 പിക്സൽ കൊടുക്കുന്നു. അതുപോലെ വിഡ്ത്ത് ഞാൻ 100 പിക്സൽ കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ളൊരു ബോക്സ് നമുക്കിവിടെ ലഭിക്കുന്നു. ബ്ലൂ കളറുള്ള ബോക്സ് ലഭിക്കുന്നു. സോ ഇതിൽ ബോർഡർ റേഡിയസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 4 ഭാഗത്തും ഈ 4 കോർണറിലുമുള്ള ഈ ഒരു ബോർഡറിനെ നമുക്ക് ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ ഇത് ഉപയോഗിച്ച് നമുക്ക് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് എല്ലാ എലമെൻറ്റിലും ഇത് യൂസ് ചെയ്യാം. ബട്ടണിൽ യൂസ് ചെയ്യാം, പിക്ചറിൽ യൂസ് ചെയ്യാം. സോ നമ്മൾ ഉദാഹരണത്തിന് വേണ്ടി നമ്മൾ div എലമെൻറ്റിലാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ബോർഡർ റേഡിയസ് എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുന്നു. സോ ഞാനിതിൽ ഉദാഹരണമായി ഞാൻ 10 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ഇതിൻ്റെ ഈ ഒരു കോർണർ നമ്മൾ കൊടുത്ത വാല്യൂവിനനുസരിച്ച് അതൊരു കർവായി നമുക്ക് ലഭിച്ചു. സോ നമ്മൾ 20 കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കർവ് നമുക്ക് കൂടുന്നതായിരിക്കും. സോ നമ്മുടെ ബോർഡർ റേഡിയസ് കൂടുന്നതായിരിക്കും. സോ നമ്മുടെ റേഡിയസ് കൂടുന്നതിനനുസരിച്ച് ഈ ഒരു കർവും നമുക്ക് കൂടുന്നതായിരിക്കും. സോ ഉദാഹരണമായി 40 കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ലഭിക്കും. അതുപോലെ നമ്മൾ 50 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സർക്കിളായി ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ബോർഡർ റേഡിയസ് കൊടുക്കാവുന്നതാണ്. സോ ഇനി ഉദാഹരണമായി നമുക്കിതിൽ ഞാനിവിടെ 10 പിക്സൽ അതുപോലെ 20 പിക്സൽ അതുപോലെ 40 പിക്സൽ അതുപോലെ 60 പിക്സൽ ഇതുപോലെ 4 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 4 കോർണറിലുള്ള വാല്യൂസ് നമുക്കിതുപോലെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ആദ്യത്തെ 10 പിക്സലാണ് നമ്മുടെ ഈ കാണുന്നത്, അതായത് ടോപ്പ് ലെഫ്റ്റ് കോർണർ. സോ പിന്നെ കാണുന്നത് 20 പിക്സൽ എന്ന് പറയുന്നത് ടോപ്പ് റൈറ്റ് കോർണർ. പിന്നെ കാണുന്നത് 40 പിക്സൽ ബോട്ടം റൈറ്റ് കോർണർ. പിന്നെ കാണുന്നത് 60 പിക്സൽ ബോട്ടം ലെഫ്റ്റ് കോർണർ. സോ നമുക്ക് ഉദാഹരണമായി നമ്മളിവിടെ 50 എന്ന് മുകളിൽ ടോപ്പ് റൈറ്റ് 50 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം ഈ ഒരു രൂപത്തിൽ വരുന്നതായിരിക്കും. സോ നമുക്ക് ഇത് ഉപയോഗിച്ച് ഞാനിവിടെ 0 പിക്സൽ കൊടുക്കുന്നു. അതുപോലെ ഇത് ഞാൻ 40 പിക്സൽ കൊടുക്കുന്നു. അതുപോലെ ഇത് 0 പിക്സൽ കൊടുക്കുന്നു. അതുപോലെ ഇത് ഞാൻ 40 പിക്സൽ കൊടുക്കുന്നു. സോ നമുക്ക് ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ഷേപ്സുകൾ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഷേപ്സുകൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഓരോ ഈ ഒരു ബോർഡർ റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ട് ഹാൻഡ് ആയി എഴുതുന്നതാണ്. 4 ഭാഗം ഇതുപോലെ നമ്മൾ കൊടുക്കുന്നു. ഇത് നമുക്ക് ഓരോ കോർണറും പ്രത്യേകമാണ് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ. സോ ഞാനത് ഡിലീറ്റ് ചെയ്ത് സേവ് ചെയ്യുന്നു. സോ എനിക്ക് ഈ ഒരു ഭാഗമാണ് കൺട്രോൾ ചെയ്യേണ്ടതെങ്കിൽ ബോർഡർ ടോപ്പ് റൈറ്റ് റേഡിയസ് ബോർഡർ ടോപ്പ് ലെഫ്റ്റ് റേഡിയസ് എന്ന് സെലക്ട് ചെയ്യുക. സോ ഞാനിതൊരു 30 പിക്സൽ കൊടുക്കുന്നു. സോ ഈ ഒരു ഭാഗം മാത്രം എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എനിക്ക് ഈ ഭാഗമാണ് കൺട്രോൾ ചെയ്യേണ്ടതെങ്കിൽ ഞാൻ ബോർഡർ ടോപ്പ് റൈറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം നമുക്ക് കൺട്രോൾ ചെയ്യാം. അതുപോലെ താഴെയാണ് വേണ്ടതെങ്കിൽ ബോട്ടം റൈറ്റ് ഒന്ന് കൊടുക്കുക. അതുപോലെ ഈ ഭാഗമാണ് വേണ്ടതെങ്കിൽ നമുക്ക് ബോട്ടം ലെഫ്റ്റ് എന്ന് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് പ്രത്യേകം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് ഹാൻഡ് ആയിട്ട് നമ്മൾ ബോർഡർ റേഡിയസ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉദാഹരണമായി ഞാൻ 30 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 ഭാഗത്തിനും അത് ബാധകമാവുന്നതായിരിക്കും. സോ നമുക്ക് ഇതിൽ നിന്നും ഷോർട്ട് ഹാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഓരോ കോർണറും കൺട്രോൾ ചെയ്യണമെങ്കിൽ സ്പേസ് കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ വാല്യൂസ് കൊടുത്താൽ മതി. സോ ഞാനിവിടെ 10 പിക്സൽ കൊടുക്കുന്നു. സോ നമുക്ക് ടോപ്പ് ലെഫ്റ്റും ബോട്ടം റൈറ്റും നമുക്ക് 30 ലഭിക്കും. ടോപ്പ് റൈറ്റും ബോട്ടം ലെഫ്റ്റും നമുക്ക് 10 ലഭിക്കും നമ്മൾ 2 വാല്യൂ കൊടുക്കുകയാണെങ്കിൽ. സോ നമ്മൾ 3 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 50 പിക്സൽ കൊടുക്കാം. 3 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 30 എന്ന് പറയുന്നത് ടോപ്പ് ലെഫ്റ്റ്, 10 എന്ന് പറയുന്നത് ടോപ്പ് റൈറ്റ്, 50 എന്ന് പറയുന്നത് ബോട്ടം റൈറ്റ്. പിന്നെ നമ്മൾ 10 അവസാനത്തെ കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഈ 10 പിക്സൽ എന്ന് പറയുന്നത് അതായത് ടോപ്പ് റൈറ്റിലെ പ്രോപ്പർട്ടി നമുക്ക് ബോട്ടം ലെഫ്റ്റിലും ലഭിക്കുന്നതായിരിക്കും. സോ ഇനി ഉദാഹരണമായി ഞാനിവിടെ 30 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു 30 പിക്സൽ നമുക്ക് നമ്മുടെ അവസാനത്തെ ബോട്ടം ലെഫ്റ്റ് കോർണറിന് ലഭിക്കുന്നതായിരിക്കും. സോ ഇനി ഒരു ഇമേജാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ സോ ഞാനിവിടെ ഒരു ഇമേജ് ആഡ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. സോ നമുക്കിവിടെ ക്യാറ്റിൻ്റെ ഇമേജ് ഇവിടെ ലഭിക്കുന്നു. സോ ഇതിന് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഞാൻ ഇമേജ് ഇവിടെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ബോർഡർ റേഡിയസ് ഞാനൊരു 50 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ സോ 50 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. സോ ഇത് നമുക്ക് ഇനി മറ്റു രീതിയിൽ വേണമെങ്കിൽ ഞാനിവിടെ 0 പിക്സൽ അതുപോലെ 50 പിക്സൽ 0 പിക്സൽ
50 പിക്സൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഓരോ എലമെൻറ്റിനെയും ഈ ബോർഡർ റേഡിയസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ച് വളരെ വ്യത്യസ്ത ഷേപ്പുകളിൽ നമുക്ക് നമ്മുടെ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും.